ഹിറ്റ് സിനിമകളുടെ തമ്പുരാൻ സിദ്ദിഖ് വിട പറഞ്ഞിട്ട് 2 വർഷം. അങ്ങനെ ഒരു കൂട്ടായ്മ അന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് പലരും അസൂയയോടുകൂടി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കൂട്ടായ്മ കാണുമ്പോൾ അസൂയ തോന്നുന്നു, എല്ലാവരും കൂടിയാണ്. ചെയ്ത സിനിമകൾ ഭൂരിഭാഗവും ഹിറ്റാക്കിയ അപൂർവ സംവിധായകനായിരുന്നു സിദ്ദിഖ്. എറണാകുളം പുല്ലേപ്പടി കറുപ്പനൂപ്പിൽ ഇസ്മായിലിന്റെയും സൈനബയുടെയും 8 മക്കളിൽ ഒരാളാണ് സിദ്ദിഖ്. പുല്ലേപ്പടിയിൽ സുഹൃത്തുക്കൾക്കൊപ്പം മിമിക്രി അവതരിപ്പിച്ചാണ് കലാജീവിതത്തിന് തുടക്കം കുറിച്ചത്. എന്താ ശ്രീനിവാസ ഇത്? അവതരണത്തിന്റെ മുഴുവൻ ഭംഗിയും കളഞ്ഞല്ലോ. ഓരോരുത്തരായിട്ട് വിളിക്കുമ്പോഴല്ലേ കയറി വരേണ്ടത്. അവിടെ നിന്ന് കൊച്ചിൻ ഹരിശ്രീയിലേക്ക് സംവിധായകൻ ഫാസിലിന്റെ സഹായിയായി സിനിമാ സംവിധാന ലോകത്തേക്ക് അരങ്ങേറ്റം കുറിച്ചു. 1986 പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്ന സത്യനന്ദിക്കാട് ചിത്രത്തിനു വേണ്ടി സിദ്ദിഖും ലാലും തിരക്കഥ എഴുതി. 1989 റാംജി റാവു സ്പീക്കിംഗ് എന്ന സിനിമയിലൂടെ സിദ്ദിഖും ലാലും സ്വതന്ത്ര സംവിധായകരായി. പിന്നീട് മലയാള സിനിമ സാക്ഷ്യം വഹിച്ചത് സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിൽ പിറന്ന ചലച്ചിത്ര വിസ്മയങ്ങൾക്കാണ്. ഇക്കൊല്ലം ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ളത് താമസിക്കാൻ ഒരു മുറിക്കുക. ഇന്ന് നേരം എടുത്തിട്ട് 3ാമത്തെ ആളാ താൻ. നമ്മുടെ സ്ഥലം എവിടെയാ? ചെറുപ്പുളശ്ശേരി. ആ സ്ഥലം എനിക്ക് നല്ല ഇഷ്ടാട്ടാ. എന്നത്തേക്കാ? കുറച്ചു ദിവസം വേണം. കുറച്ചു ദിവസം? അതിന്റെ സ്ഥിരം വേദിയ? അപ്പോഴും ഉണ്ടാവില്ല. ഞാൻ വേണേ കാഴ്ചകളവ് തരാം. ഉഗ്രൻ സാധനാണ്. കാഴ്ചകളാവോ? ക്ലീൻ സാധനം. 1989 ആരംഭിച്ച ആ കൂട്ടുകെട്ട് 1994 കാബൂളിവാലയിലാണ് അവസാനിക്കുന്നത്. 405 ദിവസം ഓടിയ ഗോഡ് ഫാദർ മലയാള സിനിമാ ചരിത്രത്തിൽ തകർക്കാൻ കഴിയാത്ത റെക്കോർഡായി ഇന്നും നിലനിൽക്കുന്നു. എന്തിനാ നിർത്തിയത്? കൊല്ലായിരുന്നില്ലേ? എളുപ്പം ജയിക്കായിരുന്നല്ലോ എല്ലാവർക്കും. ആരെ തോൽപ്പിക്കാൻ അച്ഛൻ? അവിടുത്തെ കല്യാണത്തിന് അച്ഛൻ പോയി കാവൽ നിൽക്കണം. എന്നെ തോൽപ്പിക്കാൻ. അച്ഛനെ തോൽപ്പിച്ചിട്ട് എനിക്ക് അവളെ കെട്ടണം. സ്വതന്ത്ര സംവിധായകനായി നിർമ്മിച്ച ചലച്ചിത്രങ്ങളെല്ലാം മലയാളികൾ ഇന്നും നെഞ്ചിലേറ്റുന്നു. ഹിറ്റ്ലർ, ഫ്രണ്ട്സ്, ക്രോണിക് ബാച്ചിലർ, ബോഡിഗാർഡ്, അങ്ങനെ 13 ചിത്രങ്ങൾ. ബോഡിഗാർഡ് എന്ന ചിത്രത്തിന്റെ തമിഴ്, ഹിന്ദി ചിത്രങ്ങളും വളരെ ശ്രദ്ധ നേടിയതായിരുന്നു. ബോഡിഗാർഡിന്റെ ഹിന്ദി പതിപ്പ് 10 ദിവസം കൊണ്ട് 100 കോടി ക്ലബിലെത്തി. മോഹൻലാൽ നായകനായ ബിഗ് ബ്രദർ ആണ് സിദ്ദിഖിന്റെ അവസാന ചിത്രം. മമ്മൂട്ടിയെ നായകനാക്കി സിനിമ സംവിധാനം ചെയ്യാനുള്ള ഒരുക്കത്തിനിടയിലാണ് പ്രിയ കലാകാരൻ മലയാള സിനിമയെ വിട്ടെന്നേക്കുമായി വിട പറഞ്ഞത്. എഴുതിയ നർമ്മങ്ങളിലൂടെയും സൃഷ്ടിച്ച കഥാപാത്രങ്ങളിലൂടെയും സിനിമാസ്വാദകരുടെ മനസ്സിൽ സിദ്ദിഖ് എന്നും നിലനിൽക്കും. പാൽനിലാവിനും ഒരു നൊമ്പരം, പാതിരാക്കിളി എന്തിനീ മൗനം, സാഗരം മനസ്സിലുണ്ടെങ്കിലും കരയുവാൻ ഞങ്ങളിൽ കണ്ണുനീരില്ല. ന്യൂസ് ഡെസ്ക് TCV.